ഈ ഒന്നാം അധ്യായത്തിൽ അവർക്കുള്ള വന്ദനവും, രണ്ടാമതായി സഭയുടെ വളർച്ചയിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെ സ്തുതിക്കുകയും സഭയിലെ ആത്മീയ അനുഭവങ്ങളെ കണ്ട് ഈ ദൈവമക്കളെ തെസ്സലോനിക്ക സഭക്കാരെ പ്രശംസിക്കുകയും ചെയ്യുന്നതായിട്ട് ചിന്തിച്ചു. മൂന്നാമതായി ഒന്നാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ദർശനത്തിൽ സഭയ്ക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്ന വാക്യങ്ങൾ ഒന്നാം അധ്യായത്തിൽ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 4-ാമത്തെ ഭാഗമാണ്, 11ഉം 12ഉം വാക്യങ്ങൾ. അതോടുകൂടി ഈ അധ്യായം അവസാനിക്കും. എന്നാൽ ഇന്ന് നമുക്ക് ഈ 11ഉം 12ഉം വാക്യങ്ങൾ മുഴുവനും നമുക്ക് ഇന്ന് ചിന്തിക്കാനായിട്ട് സമയം നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ 11ഉം 12ഉം വാക്യങ്ങൾ കാണുന്നത് സഭയ്ക്കായുള്ള പൗലോസിന്റെ പ്രാർത്ഥനയാണ്. പൗലോസിന്റെ വിവിധ പ്രാർത്ഥനകളെ നമുക്ക് വിവിധ ലേഖനങ്ങളിൽ കാണാൻ കഴിയും. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: തടവുമുറികളെ പ്രാർത്ഥനാമുറിയാക്കി മാറ്റിയ ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ് എന്നാണ്. എന്നാൽ ഈ ലേഖനം താൻ കൊരിന്തിൽ നിന്ന് എഴുതുമ്പോൾ കാരാഗ്രഹത്തിലല്ല, സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയിട്ട് തന്റെ പ്രാർത്ഥനകളിലുടനീളം വ്യത്യസ്തമായ ആത്മീയ വെളിപ്പാടുകളോടെ താൻ പ്രാർത്ഥിക്കുന്നത് കാണാം. 11ഉം 12ഉം അധ്യായ വാക്യങ്ങളിൽ, ഈ ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ പൗലോസ് കുറഞ്ഞപക്ഷം ഒരു 4 കാര്യമെങ്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതിന് ഈ ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന 12ാം വാക്യമാണ് 11ാമത്തെ വാക്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ 11ാമത്തെ വാക്യമായി പറഞ്ഞിരിക്കുന്നത് 12ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കും. അതായിരിക്കും അതിന്റെ ഒരു ഓർഡർ എന്നെനിക്കും തോന്നുന്നു. അതുകൊണ്ട് 12ാം വാക്യം നമ്മൾ ചിന്തിച്ച ശേഷം 11ാമത്തെ വാക്യത്തിലേക്ക് വരാം. അങ്ങനെ ആ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ 4 കാര്യങ്ങൾ തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി പൗലോസ് 4 വിഷയങ്ങൾ, 4 കാര്യങ്ങൾ താൻ ആ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഒന്നാമതായി അതിന്റെ 12ാമത്തെ വാക്യത്തിൽ വിളിക്ക് യോഗ്യരായി, ദൈവത്തിന്റെ വിളിക്ക് യോഗ്യരായിട്ട് അവരെ എണ്ണേണ്ടതിന്, അതായത് 12ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ 4 കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, വിശുദ്ധ ദൈവത്തിന്റെ വിളിക്ക് യോഗ്യരായി എണ്ണുവാനും, രണ്ടാമതായി ദൈവത്തിന്റെ സൽഗുണത്തിലുള്ള സകല താല്പര്യവും നിവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, മൂന്നാമതായി വിശ്വാസത്തിന്റെ പ്രവൃത്തി ശക്തിയോടെ പൂർത്തിയാകാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. 11ാമത്തെ വാക്യത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു: കൃപയാൽ യേശുവിന്റെ നാമം തെസ്സലോനിക്ക സഭയിലുള്ളവരിലും സഭയിലുള്ളവർ യേശുവിലും മഹത്വപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഇന്ന് നമുക്ക് 12ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിലുള്ള ഒരു വിഷയത്തെ അല്പസമയം നമുക്ക് ധ്യാനിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഈ സഭയ്ക്കായുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണുവാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വിളിക്ക് യോഗ്യരായി എണ്ണുവാൻ, അതായത് ദൈവം നമ്മളെ വിളിച്ചു കഴിഞ്ഞു, വിളിച്ചവരാണ് സഭയിൽ യോഗ്യരായി തീർന്നത്. എന്നാൽ ആ വിളിയുടെ, നിത്യവിളിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ യോഗ്യത ഉള്ളവരായി മാറണം. അതിനുവേണ്ടിയുള്ള പൗലോസിന്റെ ഒരു പ്രാർത്ഥന ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ ദൈവവിളിക്ക് യോഗ്യരായി, നമ്മളുടെ യോഗ്യത അനുസരിച്ചല്ല ദൈവം വിളിച്ചത്, കൃപയാൽ അവിടുത്തെ കരുണ നമ്മുടെ മേൽ പകർന്നുകൊണ്ട്, നമ്മുടെ ആ യോഗ്യതയിൽ നമ്മെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ വിളിയുടെ പൂർത്തീകരണത്തിന്റെ ആ ഒരു അനുഭവത്തിൽ നമ്മൾ യോഗ്യരായി തീരേണ്ടതിന് വേണ്ടിയിട്ട് പൗലോസ് തെസ്സലോനിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ആ 1ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ വിളിക്ക് യോഗ്യരായി എണ്ണുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. Paul first prays that God will count the Thessalonians worthy of his calling. പൗലോസ് ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ വിളിയിൽ തന്റെ ഈ സഭ, ദൈവമക്കൾ, അവർ യോഗ്യരായി തീരണം എന്നുള്ളതാണ്. ഇപ്പോ 1 തെസ്സലോനിക്ക ലേഖനം 2ാം അധ്യായത്തില്, അതായത് 1ാമത്തെ ലേഖനം തെസ്സലോനിക്കർ എഴുതുമ്പോൾ 2ാം അധ്യായം അതിന്റെ 11ഉം 12ഉം വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളിയുടെ പ്രാധാന്യതയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എഫേസ്യർ 4ാം അധ്യായം 4ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക പ്രത്യാശയ്ക്കായിട്ട് ദൈവം നമ്മളെ വിളിച്ചു. 1 തെസ്സലോനിക്കർ 4:7 പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അശുദ്ധിക്കായിട്ടല്ല, വിശുദ്ധിക്കായിട്ട് അത്രേ വിളിച്ചിരിക്കുന്നത്. 2 തെസ്സലോനിക്കർ 2:14 പറയുന്നു: യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ സുവിശേഷത്താൽ കർത്താവ് രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നു. 1 പത്രോസ് 5:10 പറയുന്നു:
ദൈവം നമ്മളെ നിത്യ തേജസ്സിനായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ വിളിയുടെ പൂർത്തീകരണത്തിൽ നമ്മൾ യോഗ്യരായി തീരുവാൻ തക്കവണ്ണം, ആ നിത്യവിളിയുടെ പൂർത്തീകരണത്തിൽ നമ്മൾ യോഗ്യരായി തീരുവാൻ തക്കവണ്ണം ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങൾ ആ വിളിക്ക് യോഗ്യരായി എണ്ണുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു.